വീണ്ടും നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ഈ സമയം നമുക്ക് തുറക്കാം. Let us open the word of God. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നില്ല. Luke chapter 4 and verse 1. ദൈവത്തിന്റെ വചനം പറഞ്ഞു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. The word of God says that Jesus was filled with the Holy Spirit and he came to the wilderness. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. And Satan tempted him for 40 days in the wilderness. ഇന്നാരെങ്കിലും ഉപവാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. If anyone is in fasting today, may the Holy Spirit strengthen them. ആരെങ്കിലും പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദൈവം അവരെ ഈ സമയങ്ങളിൽ കർത്താവ് അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. If anyone is going through any tests in their life or trials in their life, may God strengthen them. യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. Then Jesus, being filled with the Holy Spirit, returned from the Jordan and was led by the Spirit into the wilderness. ഈ തിരുവചനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ച നടത്തിയ ചില തിരുവചനത്തിന്റെ സത്യങ്ങളിലേക്ക് ഇന്ന് ഈ സമയം സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. As I was meditating on this word, the Holy Spirit helped me to reveal certain thoughts to me which I would like to share. യേശുക്രിസ്തു യോർദാൻ വിട്ടു മടങ്ങി. Jesus returned from the Jordan. യേശുക്രിസ്തു യോർദാനിൽ യോഹന്നാന്റെ കരത്തിന്റെ കീഴിൽ സ്നാനമേറ്റു. ജലസ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ നമുക്കറിയാം ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി. We know that after Jesus was baptized under the hand of John the Baptist, he was filled with the Holy Spirit and the Holy Spirit came upon him in the form of a dove. അതിനുശേഷം ദൈവം യേശുക്രിസ്തു ഗലീലയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. After that, Jesus wanted to go to Galilee. പക്ഷേ ഗലീലയിലേക്ക് കടന്നു പോകുവാൻ തുടങ്ങുന്ന യേശുവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. But Jesus, who wanted to go into Galilee, was led by the Spirit into the wilderness. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1:12 നമുക്ക് അത് എടുക്കണമെന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ വചനമുണ്ട്, യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു. It says in Mark 1:12, immediately the Spirit drove him into the wilderness. അതായത് യേശുക്രിസ്തുവിന് അങ്ങോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിച്ചതല്ല. Jesus did not want to go there. പക്ഷേ പരിശുദ്ധാത്മാവ് അവനെ പുഷ് ചെയ്യുകയാണ്. But the Spirit was compelling him. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ 3.5 വർഷം കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, While Jesus was on this earth for the കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഒരുപാട് ആശ്രയിച്ചിരുന്നു. Jesus was always dependent on the Holy Spirit. ഇന്ന് നമ്മൾ ഭൂമിയിലും ജീവിക്കുമ്പോഴും, even while we are on this earth, ഇന്ന് യേശു നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, even though Jesus is not here physically present with us, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to be dependent on the Holy Spirit. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ പറ്റി പല സഭകളിലും പറയുന്നതായിട്ട് ചിലപ്പോൾ എനിക്ക് അത് ഇല്ല, അത് കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. I believe that the preaching about the Holy Spirit is less these days in the churches. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അത് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. So I want to stress more about the Holy Spirit. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപയും ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവനിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കത്തില്ല. If we don't experience the power of the Holy Spirit, we cannot come into that true experience with God. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് ജഡത്തിൽ ആഗ്രഹിച്ചത് അല്ല ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിനോട് പറഞ്ഞത്. What Jesus wanted to do in the flesh is not what the Holy Spirit wanted him to do. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. This is what is happening in our lives also. പലതും നമുക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, even though we desire to do a lot of things, ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. It is good to ask God if it is what God also wants us to do. നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ, the success of our life, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ഓരോ അനുദിനം നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മൾ മുന്നോട്ട് ചുവടുവെപ്പുകൾ എടുക്കുന്ന അനുസരിച്ച് ആയിരിക്കും. The victory we have in our spiritual life depends upon the decisions that we make. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ
ഒരു ജയകരമായ ജീവിതം നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So God wants His children to lead a victorious life. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ലോകത്തിൽ സക്സസ് എന്ന് പലരും പറയാറുണ്ട്. When we look at the life of Jesus, we might call it a successful life. പലരും ഈ സക്സസിന് പല പേര് അല്ലെങ്കിൽ ജയം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ജയം എന്ന് പറയുന്നതിനെ പലരും പല വിധത്തിൽ നിർവചിക്കുന്നുണ്ട്. There are many interpretations to that success. ജീവിത വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് പലരും ചിന്തിക്കാറുണ്ട്. Many might ask, what is the true success of life? പക്ഷേ ലോകത്തിൽ ജീവിച്ച ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വിജയകരമായി ജീവിതത്തെ നയിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമാണ്. I believe that the person who led the most victorious life on this earth is none other than Jesus Christ. അതുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ആർക്ക് എന്നിൽ ഒരു കുറ്റം ആരോപിക്കുവാൻ സാധിക്കും? That is why Jesus asked boldly, can you accuse me of anything? കർത്താവ് ജീവിതകാലം മുഴുവൻ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. The whole of his lifetime Jesus was being tempted. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഓരോ ദിവസവും പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. Even in our life we go through temptations. ഓരോ ദിവസവും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. Every day we have to take decisions. ചെറുതും വലുതുമായ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതിന്റെ മേൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭാവി ജീവിതത്തെ പലപ്പോഴും നമ്മൾ എന്തായി തീരുമെന്ന് തീരുമാനിക്കുന്നത്. In our day-to-day life we have to take decisions. It might be small, it might be big. That depends. Those decisions determine our destiny. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമായിരുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ജീവിക്കുന്ന ദൈവത്തിനടുക്കിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ. The reason why Jesus was successful was because he was completely led by the Holy Spirit. അവിടെ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നടത്തി. It is said that spirit led him into the wilderness to be tempted by Satan. ആമേൻ. അപ്പോൾ അവനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. Jesus was led into the wilderness to be tempted by Satan. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനവധി തീരുമാനങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ even in our life when we are before decisions, പല രീതിയിലുള്ള പരീക്ഷകളും ടെംപ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ there will be tests and temptations in our life. പലപ്പോഴും നമുക്ക് ദൈവിക ജ്ഞാനമില്ലാതായി തീരുമ്പോൾ sometimes we are lacking in wisdom. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. For everything God will give us understanding. പല കാര്യങ്ങൾക്ക് നമുക്ക് ജ്ഞാനം ദൈവം സാധാരണയായിട്ടുള്ള ജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. God has given us normal wisdom. എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഏത് ഡ്രസ് ഇടണം എന്നുള്ളതിനെ പറ്റിയുള്ള ജ്ഞാനം, രാവിലെ എന്ത് കഴിക്കണം, ഓഫീസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഒരു സാധാരണ ഒരു മനുഷ്യന് പല കാര്യങ്ങളും അറിയാം. In our day-to-day life, the simple decisions that we need to make, the dress we need to wear or what we need to do in our workplace, a normal person will know. പക്ഷേ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിയാതിരിക്കും. But in certain situations we are confused as to what to do. ഇവിടെയാണ് പലപ്പോഴും ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിന്റെ മേൽ കടന്നുകയറ്റം നടത്തുന്നത്. It is in those situations that the enemy takes advantage. ദൈവഹിതപ്രകാരം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതങ്ങൾ നയിക്കുന്നുവെങ്കിൽ, if we are leading a life according to the will of God, അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാശത്തിനുള്ള നമ്മുടെ ജീവിതം ഏറ്റവും ശുഭമായി തീരുവാൻ തക്കവണ്ണമാകും. it will always end in prosperity. ആമേൻ. അപ്പോൾ കർത്താവിനെ നമുക്കറിയാം, യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. Jesus was led by the Spirit into the wilderness. ആമേൻ. നമുക്കറിയാം യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും സ്വർഗ്ഗത്തിലെ പിതാവിന്റെ കാലവനെ ചോദിച്ചിട്ട് യേശു ചെയ്യുകയുള്ളൂ. So we know that while Jesus was on this earth, before he made any decision, he always asked the Father. അത് പരിശുദ്ധാത്മാവിലൂടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it is through the Holy Spirit. കാരണം നമ്മൾ എപ്പോഴും ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവവുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ ഉള്ളൂ. Because while we are living on this earth in the flesh, we have contact with the Father only through the Holy Spirit. യേശുവുമായിട്ടുള്ള ആ ബന്ധം പോലും അവന്റെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. Even our relationship with Jesus is through the Holy Spirit. അതുകൊണ്ടാണ് പാരക്ലിറ്റസ് എന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ആ കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് പകർന്നു തരുവാൻ തക്കവണ്ണമാകും. That is why the Holy Spirit is called the Paraclete. When he comes, he will counsel us in everything. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
There are many things that the Holy Spirit does. അതിലേക്കൊന്നും കടന്നു പോകാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to go more into that. ഇന്ന് നമുക്ക് ഏകദേശം മണിക്കൂറുകളോളം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കും. We can speak for hours together about this. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവുണ്ട്. Holy Spirit can work wonders in our life. കൃപാവരങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവ്. Holy Spirit will give us gifts. നമുക്ക് ജ്ഞാനം പകരുന്ന പരിശുദ്ധാത്മാവ്. He will give us wisdom. നമുക്ക് ഫലങ്ങൾ തരുന്ന He പരിശുദ്ധാത്മാവ്. will give us His fruits. അങ്ങനെ വലിയൊരു നിര തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. Here there is a big list of things what the Holy Spirit can give us. അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ മതി. We can only need to ask what the Holy Spirit cannot give. ഇനി ദൈവത്താൽ നമ്മൾ പാടിയതുപോലെ ദൈവത്താൽ അസാധ്യമായ ഒന്നും തന്നെയില്ല. Just like we sang, nothing is impossible with God. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും സ്തോത്രം നമ്മള് ദൈവഹിതപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. So what God desires in our life is that we should live according to the will of God. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു. That is why Romans 8 verse 14 says, ദൈവാത്മാവ് നടത്തുന്നവർ as many as are led by the Spirit of God, എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. they are the sons of God. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. So as many as are led by the Spirit of God are the sons of God. മറ്റേ ഭാഗത്ത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു. Galatians 5:18 says, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ if we walk in the Spirit, അപ്പോൾ ഒരു നടപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. so there is a walking in the Spirit. അത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. If we are led by and walking in the Spirit, അവരാണ് ദൈവത്തിന്റെ മക്കൾ. they are the children of God. ആ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to be led by the Spirit. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയാത്ത അല്ലെങ്കിൽ ആത്മാവിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ജൈവജനത്തിന് ഒരിക്കലും ഈ ഒരു സുവർണ അവസരം അവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുകയില്ല. So if we are not led, if we are not redeemed by the Lord, we cannot be led by the Spirit. എന്നാൽ പലപ്പോഴും വീണ്ടും ജന്മം പ്രാപിച്ച അനേകർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ച പലർക്കും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ സാധിക്കാതിരിക്കുകയാണ്. But many who are born again and who have received the Spirit are not being able to be led by the Spirit. അതെ, born again എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് കടന്നു പോകട്ടെ. I like to speak about born again. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ When we go to John 3 and verse 5, യേശുവും നിക്കോദെമോസും തമ്മിൽ രാത്രികാലം കണ്ടുമുട്ടുകയാണ്. Jesus is meeting Nicodemus in the third chapter of John. ആമേൻ. ഫരിസേയനായിരുന്ന നിക്കോദെമോസിനോട് യേശു പറഞ്ഞു, നിക്കോദെമോസേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറഞ്ഞു. യേശു ആമേൻ ആമേൻ എന്ന് പറയുന്ന ചില വളരെ ചുരുക്കം ഭാഗങ്ങളേ ഉള്ളൂ. അവിടെ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിനക്ക് കടക്കുവാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. Jesus is telling Nicodemus, most assuredly I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. That which is born of the flesh is flesh, and that which is born of the Spirit is spirit. അപ്പോൾ നമ്മൾ ജഡത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായെങ്കിൽ, so when we are born in the flesh from our mother's womb, അങ്ങനെ ജനിക്കാതെ ലോകത്തിൽ ആരുമില്ല. there is no one who has not been born in the flesh. പക്ഷേ ആത്മാവിനാൽ സ്വർഗ്ഗത്തിൽ നിന്ന് വീണ്ടും ഒരു ജനനമുണ്ട്. But there is a being of born again from God. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിനു വേണ്ടിയാണ്. The reason why God sent His Son into the earth is that we be born of the Spirit. റോമർക്കെഴുതിയ 8-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നു, ഞാൻ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, നാം ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. The word of God says in Romans 8:15 that God has not given us a spirit of bondage again to fear, but the spirit of adoption by whom we cry out, Abba, Father. അപ്പോൾ നമ്മൾ ആരും ബന്ധനത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So God does not want us to be in bondage. യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെയുള്ള പലരും ബന്ധനത്തിലായിരുന്നു. Before we came to know the Lord, many of us were in bondage. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള പലതരത്തിലുള്ള ബന്ധനങ്ങൾ അഴിയുവാൻ തുടങ്ങി. When we came to know the Lord, He set us free from many of our bondages. ആ ദൈവം നമ്മുടെ മേൽ പകരുന്ന ആത്മാവ്, The Spirit, Holy Spirit, whom He has given us, ആത്മാവാണ്. it is a spirit of adoption. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ദൈവം ഈ ദിവസങ്ങളിൽ വിടുവിക്കുവാൻ, ആ ബന്ധനം അഴിഞ്ഞവരായി സ്വതന്ത്രരായി വിട്ടയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ പരിശുദ്ധ ആത്മാവിലൂടെയാണ്. God wants to set free His children from the bondages they are in through the Holy Spirit. ഇന്ന് നമ്മളിൽ പലരും പരിശുദ്ധ ആത്മാവിനാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നിറഞ്ഞവരുണ്ട്.
The many of you who are hearing me now, many of you are filled with the Spirit. ആമേൻ. ഒരു സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ബാപ്റ്റിസം, ഒരു സ്നാനം ഏറ്റവരുണ്ട്. Many of you have got the baptism of the Holy Spirit. അതിനകത്തുനിന്ന് ഒരു ആത്മീയ മനുഷ്യൻ ഉരുവായി വന്നിട്ടുണ്ട് അകത്ത്. And a spiritual man has been born. അവിടെ എന്നാൽ അതിൽ നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God does not want us to remain in that state. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറയുക മാത്രമല്ല, We should not be only filled with the Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ കൂടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to be also led by the Spirit. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ നമുക്ക് സഭയിൽ കടന്നു വന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, അല്ലെങ്കിൽ കൂട്ടായ്മകൾ കടന്നു വന്ന് ആത്മാവിൽ നിറയാം. We can come to the church every Friday or Sunday and we can be filled with the Spirit. പക്ഷേ അടുത്ത ദിവസം, ചില ദിവസങ്ങൾ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവ് എവിടെ പോയെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. But the next day we think, where is the Holy Spirit that we had received? പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ എന്നേക്കും വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. But the Holy Spirit whom God has given us wants is to be with us always. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു കാറ്റ് നിക്കോദെമോസിനോട് തന്നെ യേശു പറഞ്ഞു കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുകയാണ്. Jesus told Nicodemus, the wind blows where it wishes. പരിശുദ്ധാത്മാവ് ഇതുപോലെ തന്നെയാണ്. എവിടെ നിന്ന് വരുന്നത് ആർക്കും അറിയത്തില്ല, എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. കാറ്റടിക്കുമ്പോൾ അതിന്റെ കൂടെ പോകുന്ന ഒരു കപ്പൽ പോലെ ഈ ദിവസങ്ങളിൽ അതിന്റെ നങ്കൂരം അതിലേക്ക് ചായച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഈ ദിവസം നമ്മൾ എത്തേണ്ട തീരങ്ങളിൽ ദൈവം നമ്മളെ എത്തിക്കും. The wind blows where it wishes. We don't know where it comes from or where it is going. It is like a ship which is driven by the wind. Like that we should be led by the Holy Spirit. അപ്പോൾ വളരെ അനായാസമായി തന്നെ ദൈവപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. God has given us His Holy Spirit to do the work of God without any problem. അതുകൊണ്ട് നിക്കോദെമോസ് യേശു പറഞ്ഞു ആത്മാവിനാൽ ജനിച്ചവരെല്ലാവരും ഇങ്ങനെ തന്നെയാകുന്നു. That is why Jesus told Nicodemus, so is everyone who is born of the Spirit. അപ്പോൾ ഈ പലരും ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുണ്ട്. There are many who are filled with the Spirit. ആമേൻ. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നവരുണ്ട്. There are many who worship God in spirit. അങ്ങനെ ആകാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ, If there is anyone who is hearing him, who is hearing me, who have not been worshiping in spirit, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ആ ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. if we have not received the Spirit, we only need to pray, Lord, fill me with the Spirit. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന എന്തെങ്കിലും ഈ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ ഏറ്റവും വിലയേറിയതായുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. If there is anything more precious that we can receive in this life, it is the gift of the Holy Spirit. ആമേൻ. ഇത് ദൈവം നമുക്ക് ഗിഫ്റ്റായി തരുന്നതാണ്. It's a gift given by God. സൗജന്യ ദാനം എന്ന് പറഞ്ഞാലും യേശുക്രിസ്തു ഗൊൽഗോഥായിൽ തന്റെ ചുടുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Jesus gave His own blood and He gave us His gift of the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന അതിന്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. I'm just telling you one reason why Jesus came. പരിശുദ്ധാത്മാവ് തന്നത്. Why Jesus gave us the Spirit. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എത്ര ആയുസ്സുണ്ട്, എത്ര ദിവസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്വർഗം അറിയുന്നു, ദൈവം അറിയുന്നു. അത് എത്ര ദിവസമുണ്ടോ ആ ദിവസമൊക്കെയും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ യേശു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. So He has given us the Holy Spirit so that while we are in this earth, how many years we have, we should be led by the Holy Spirit. ജയകരമായ ഒരു ജീവിതം നടത്തുവാൻ We should lead a victorious life. ആമേൻ. യേശു പറഞ്ഞു ഞാൻ മതിയെ ജീവൻ നൽകുവാനും സമൃദ്ധമായ ജീവൻ നൽകുവാനും. Jesus said, I've come that you might have life and have abundant life. ഇന്ന് പലരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക തീരുമാനങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നവർക്ക് വീണ്ടും ജനിച്ച ദൈവമക്കൾ പലപ്പോഴും അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുന്നതായി നമുക്കറിയാം. We know many who are worshipping God in spirit. They feel the compelling of the Holy Spirit. അപ്പോൾ ഒരു ടിവി അതിന്റെ എങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുന്നു, അതിന്റെ സിഗ്നൽ എങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുന്നു, അതിന്റെ സിഗ്നലിന്റെ ട്യൂണിങ് കറക്റ്റ് അല്ലെങ്കിൽ ടിവിക്കകത്ത് പടം വരത്തില്ല. Just like the TV, how the signal is tuned, so also we should be tuned to the Holy Spirit. പരിശുദ്ധാത്മാവിൽ നമ്മൾ ഏകദേശം ആ സിഗ്നൽ പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് നമ്മുടെ ജീവിതം. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരാണെങ്കിൽ
If we are filled with the Holy Spirit, ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിൽ നിറയുവാനാണ്. God wants us to be filled with the Spirit. നമ്മുടെ ഈ ജഡശരീരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. So our body is the temple of the Holy Spirit. അപ്പോസ്തല കാലഘട്ടങ്ങളിലേക്ക് നോക്കിയാൽ, When we look at the apostles' times, അപ്പോസ്തലന്മാരോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. we know that God personally intervened in their lives. പരിശുദ്ധാത്മാവ് ഒരു ശക്തി വിശേഷമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. Holy Spirit is not just a power, he is a person. He's a personality. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തിയോടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. When he comes to our life, he comes mightily. ആമേൻ. നമ്മെ ആരെയും നിർബന്ധിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്താൽ നമ്മളിലേക്ക് കടന്നു വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. When we open our hearts to God, the Holy Spirit comes in. ആമേൻ. വിശുദ്ധ ലിഖിതങ്ങൾ എത്യോപ്യക്കാരൻ ഭണ്ഡാര വിചാരകൻ ആയിരിക്കുന്ന ഒരു മന്ത്രി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് വ്യക്തിപരമായി ഇടപെട്ടു. While the eunuch was going through the scriptures, the Holy Spirit spoke to Philip. അത്ര ശക്തമായ ആത്മാവിന്റെ നീക്കമായിരുന്നു അപ്പോസ്തല കാലഘട്ടങ്ങളിൽ നടന്നത്. In those times there was a strong move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. They could clearly hear the voice of the Holy Spirit. അന്ത്യോക്യ സഭയിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് സഭയോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. In Antioch church, while they were fasting and praying, we know that the Holy Spirit was speaking to them. നമ്മൾ വിചാരിക്കുമ്പോഴല്ല ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. The Holy Spirit does not speak to us when we want. ഇന്ന് 9 മണിക്ക് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടപെടാതിരിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. If we tell God you have to speak to me at 9 o'clock today, God won't speak to us when we want. ശ്രദ്ധിച്ച് കേൾക്കുവാൻ തയ്യാറാണ് ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവരായി ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾ തയ്യാറാകുന്ന ജീവിതത്തിന്റെ മേൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെതായ രീതിയിൽ ദൈവം നമ്മളോട് ഇടപെടും. If we are fasting and praying and if we really want to hear the voice of God, God will speak to us. ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെയും എന്നെയും നമ്മളെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. For certain purposes, when God raises us up, the Holy Spirit will speak to us. പൗലോസിനെ ഏഷ്യയിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെ തടുക്കുകയാണ്. When Paul wanted to go to Asia, we know that the Holy Spirit forbidden him. അപ്പോൾ ഇവരെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പോടെയായിരുന്നു. So the apostles were always led by the Holy Spirit. അപ്പോൾ ഈ അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന്റെ കാരണവും ദൈവസഭ വളരുവാനുണ്ടായിരുന്ന കാരണവും മറ്റൊന്നുമല്ല, ടിവിയുമല്ല, ഇന്റർനെറ്റുമല്ല, യൂട്യൂബുമല്ല. അന്ന് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് ഹല്ലേലൂയ ഒരു ടെക്നോളജിയുമല്ല. അന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ശക്തമായി വെളിപ്പെട്ടതിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. So the reason why in the apostles' time there was so much work of God and the work of the Holy Spirit was not because of technology or TV or internet. It is only because of the move of the Holy Spirit, which was where they were strongly prompted by the apostles were prompted by the Holy Spirit. ഈ കാണുന്ന ഓരോ സംവിധാനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ദൈവസഭയുടെ മേൽ വെളിപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ഇന്നൊരു ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഡൈനാമൈറ്റ് പവർ ഉണ്ട്. ആ പവറാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. So the work of God has been to be revealed in our times today. It is not through technology, but it is through the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. Holy Spirit will continue to speak to us. ഇത് പലരും നമ്മുടെ ജീവിതത്തിലെ മുമ്പോട്ട് പോകേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ദൈവത്തെ ആലോചന ചോദിക്കുന്നുണ്ട്. So when we need to take decisions, we ask God. ചിലർ പറയാണ്ട് എന്നോട് സ്വപ്നങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. Many say that God speaks to me through dreams. പലരോടും ദൈവം പല രീതിയിൽ ഇടപെടാറുണ്ട്. God speaks to us in many ways. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഏത് തീരുമാനമാണെങ്കിലും അത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. So when we need to take decisions to move forward, we always have to depend on the Holy Spirit for decisions. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സ്വഭാവമായിരുന്നു. That was the nature of Christ. അപ്പോസ്തലന്മാരുടെ സ്വഭാവമായിരുന്നു. It was the nature of the apostles. ഇന്നും ജഡത്തിൽ ജനിച്ച രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that everyone who is born again should have a life led by the Holy Spirit.
Spirit. നമുക്ക് ശക്തമായ ദൈവത്തിന്റെ ആത്മാവിൽ നിറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നീക്കം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. ഇതിന്റെ ദൈവത്തിന്റെ കൃപാവരങ്ങളുള്ള ദൈവ മക്കളുണ്ടെങ്കിൽ, ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. Nowadays, when we are not when we are not felt led by the Holy Spirit, we always ask people who are gifted and we ask their counsel. അപ്പോൾ ദൈവം പലരും ജീവിതത്തിൽ പല തീരുമാനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ ദിവസങ്ങളുണ്ടെങ്കിൽ, if anyone of you is wanting to take a decision in your life, നമുക്ക് വ്യക്തമായ ആലോചനയില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക ആലോചന ഉള്ള അല്ലെങ്കിൽ ദൈവ കൃപാവരങ്ങൾ ഉള്ളവർ, ദൈവസഭയിൽ ഉള്ളവർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞവരെല്ലാം നമ്മൾ ആരും. പക്ഷേ ഈ കൃപാവരം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നുവോ, മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടോ, നമ്മൾ ദൈവിക ആലോചന അങ്ങനെ നമുക്ക് വ്യക്തിപരമായ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുള്ളവരുമായി സംസാരിച്ചിട്ട് വേണം നമ്മൾ എടുക്കുവാൻ. So if we need to take decisions, it is always good to ask the people who are gifted for the counsel from God. കാണുന്ന എല്ലാവരോടും ആലോചന ചോദിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God does not want us to go and ask everyone we see. ചിലർ ഒരു ദൈവദാസൻ പറഞ്ഞു കൗൺസിൽ ഷോപ്പിംഗ്. One man of God told about counsel shopping. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിതമുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്, ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ പോകും. So we have a desire in our life and we go to different people to know whether it is the same counsel. പലരും പറയും ഇത് ദൈവാലോചന അല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവാലോചന അല്ലെന്ന് പറയുമ്പോൾ നമ്മളത് പലപ്പോഴും ഏറ്റെടുക്കാൻ പലർക്കും സാധിക്കത്തില്ല. So some people might tell us this is not the counsel from God, but we are not able to accept that. പക്ഷെ അത് ശരിയാണെന്ന് പറയുന്ന അവരെ കാണുന്നവരേക്കും ഒരാലോചന ചോദിച്ചുകൊണ്ടിരിക്കും. But till they find the person who agrees with what they have decided, they will continue asking people. പക്ഷേ നമ്മുടെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ പഴയ നമ്മുടെ കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഈ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക ഉദ്ദേശങ്ങളുണ്ട്, ദൈവിക പദ്ധതികളുണ്ട്, ദൈവിക ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ ദൈവം ഈ സമയം ആഗ്രഹിക്കുന്നു. So God wants to reveal His purpose into your life. God wants to reveal His counsel in your life. ആമേൻ. അപ്പോൾ ചിലർ സ്വപ്നങ്ങൾ കണ്ടിട്ട് ദൈവത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്. There are many people who see dreams and then they take decisions. ചിലർ ദർശനങ്ങൾ കണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്. There are many who see visions and take decisions. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് സമാധാനം തോന്നുന്നു ആ തീരുമാനം എടുക്കുമ്പോൾ. Many say that I feel a great peace, so I'm going to make a decision. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ദൈവിക തീരുമാനങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. But we have to always examine, is this the counsel from God? ഇത് ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. We should really find out if it is the will of God. സ്തോത്രം. പക്ഷേ എന്ത് തീരുമാനമാണെങ്കിലും എന്ത് പദ്ധതിയാണെങ്കിലും, so whatever decision we take, whatever will we or whatever purpose we plan, എന്ത് ദർശനമാണെങ്കിലും എന്ത് സ്വപ്നമാണെങ്കിലും ദൈവത്തിന്റെ വചനപ്രകാരം അല്ലാത്തതൊന്നും ദൈവഹിതമല്ല. So whatever dream or vision we see, if it is not aligned to the word of God, then it is not from God. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത് ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക് പുറത്തുള്ളവരല്ല ദൈവസഭയ്ക്ക് അകത്തുള്ളവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചലഞ്ചാണത്. So that is a great challenge to the people in the church. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇതാരെയും കുറ്റം വിധിക്കുവാനോ ആരെങ്കിലും വിരൽ ചൂണ്ടുവാനോ അല്ല ഞാൻ പറയുന്നത്. ഇത് സകലരുടെയും ജീവിതത്തിന്റെ മേൽ ഉള്ള ഒരു ഭാഗമാണ്. This is a part of every person's life. എന്റെ ജീവിതത്തിൽ പോലും പുറകോട്ട് ചിന്തിക്കുമ്പോൾ ചില ദൈവിക തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ശരിയായ തീരുമാനമാണോ എടുത്തത്, അതിന്റെ വരുംപരായികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. Even when I examine my life, I sometimes think that I might not have taken the right decision. അപ്പോൾ this is a war. ഇതൊരു യുദ്ധമാണ്. This is a war. നമ്മുടെ ഇഷ്ടമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ നടക്കാൻ പോകുന്നത്. So we have to see whether it is our will or God's will that should take place. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പദ്ധതികൾക്കുള്ളിലേക്ക് ദൈവജനം കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഈ സമയം ആഗ്രഹിക്കുന്നു. So God wants His people to come to the will of God. ദൈവജനം മരുഭൂമിയിൽ ഇറങ്ങി, മിസ്രൈമിൽ നിന്നും മരുഭൂമിയിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടുപോയി. The children of God came out of Egypt into the wilderness. അവർ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And they were wandering about in the wilderness. പണ്ട്
വേദപണ്ഡിതൻ പറയുന്നത് 40 ദിവസം കൊണ്ട് ചെല്ലാമായിരുന്ന സ്ഥലത്ത് 40 വർഷം കൊണ്ടാണ് അവർ ചെന്നത്. As a Bible scholar says that they could reach the promised land in 40 days, but they took 40 years. നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് ദൈവം നമ്മളെ എത്തിക്കും. God will help us to reach the destination we need to reach. കർത്താവിന്റെ കൂടെ നിന്നാ മതി. We only have to stand with the Lord. മേഘസ്തംഭത്തിന് കൂടെ നിന്നാ മതി. We only have to be under the pillar of cloud. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ആ സ്ഥാനത്ത് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ ചെന്നെത്തുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. But if we have to reach the destination that God wants us to reach, we might have to go through trials. യേശുക്രിസ്തു യോർദാനിൽ മുങ്ങിപ്പോങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. Jesus was baptized in Jordan and he was filled with the Holy Spirit. ദൈവം യേശു ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് യേശുവിനോട് പറയുന്നത്. The Holy Spirit told Jesus to do something that he did not want. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. Sometimes God will speak to us things which we cannot imagine. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അത് എന്റെ ബുദ്ധിക്ക് എന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് സ്വന്തം മാനുഷിക ചിന്ത പ്രകാരം അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാതെ കൊണ്ടാണ്. So if God tells us to do something which is beyond our imagination, it is always good to surrender to the will of God. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ വിശ്വസിക്കുന്നതാണ്, ഒരിക്കലും ചിന്തിച്ചില്ല മരുഭൂമിയിൽ പോയി 40 ദിവസം ഉപവാസം ഇരിക്കണമെന്ന് യേശു വിചാരിച്ചു. പരിശുദ്ധ ദൈവത്തിന്റെ ശക്തിയാണ്. പക്ഷെ സ്വർഗത്തിന്റെ തീരുമാനം തന്റെ പുത്രനോട് അറിയിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു, ഞാനിതാ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്ന പോലെ എന്റെ ശരീരത്തെ യാഗമായി പിതാവേ ഞാൻ സമർപ്പിക്കുകയാണ്. So when what was written about Jesus, here am I have come to do your will, what is written about me in this cross. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ യാഗമായി യേശുക്രിസ്തു മരുഭൂമിയിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. He gave his life as a sacrifice. അവിടെ തുടങ്ങിയ ദൈവിക പരീക്ഷകൾ, the temptations that came to his life, 40 ദിവസം കൊണ്ട് തീർന്നില്ല. ഓരോ ദിവസം യേശു പരീക്ഷകളിലൂടെ കടന്നുപോയി എന്ന് തിരുവചനത്തിൽ സുവിശേഷത്തിൽ കാണുന്നു. We see in the Gospels that it did not finish with 40 days, but he continued to face temptations. മറ്റൊരു ഭാഗത്ത് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നു യേശുക്രിസ്തു വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. Another gospel it says that he was with the wild beasts. അപ്പോൾ 40 ദിവസം യേശുവിനെ കണ്ടിന്യൂസ്ലി ശരീരം അവിടെ വെള്ളം കുടിച്ചോ ഇല്ലയോ എന്ന് കൃത്യമായി എഴുതിയിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നില്ല. ആ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി. So for 40 days it is not written whether he drank water, but after 40 days he was hungry. അപ്പോൾ ദൈവശക്തി യേശുവിന്റെ മേൽ ശരീരത്തിന്റെ ശക്തി കുറയുന്നതോറും ഉപവാസത്തിലിരുന്ന് നമ്മൾ ശരീരം ബലഹീനമാകുമ്പോൾ പ്രാർത്ഥനയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തിവിശേഷം അനുഭവിക്കുന്നത് നമ്മുടെ ജഡം പലപ്പോഴും അതിന്റെ ശക്തി കുറയുമ്പോഴാണ്. So when we take fasting, we might become weak in our body, but it is then that when we pray that we receive the strength from the Lord. അപ്പോൾ ജഡത്തിൽ യേശുവിനെ ഉപവസിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും, even though Jesus did not desire to take fasting, the Holy Spirit was compelling him to the wilderness to be tempted there. Amen. അപ്പോൾ യേശുക്രിസ്തു നമുക്കറിയാം ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, while Jesus was praying in Gethsemane, there is one thing that he prays. His sweat became like drops of blood. When he knew the agony that he was going to face, Jesus prayed, Father, if it is your will, take this cup away from me. But I believe the Holy Spirit strengthened him. And Jesus took up that decision to die. So even in the day-to-day life, we go through a struggle. So there is a war taking place between our flesh and the spirit. We read about in Galatians 5 verse 17. The lusts of the flesh is contrary to the lusts of the spirit. They are contrary to each other.
Because what the flesh wants is not what the spirit wants. They contrary to each other. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായവും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായവും വായിക്കുമ്പോൾ ആത്മാവിലുള്ള ജീവിതത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഈ 2 അധ്യായങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നു. So if we read Galatians 5 and Romans 8, we'll come to know more about the life in the spirit. അപ്പോൾ ജഡത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ജഡത്തിന് പലതും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. So in our body there are many things that the flesh pleases to do. പക്ഷേ നമ്മുടെ ജഡത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജഡത്തെ എപ്പോഴും നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്തോത്രം അത് പലപ്പോഴും ആത്മാവിന് എതിരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. But if we go on living to please the flesh, we know that it is against the spirit. യേശുക്രിസ്തു 40 ദിവസം പരീക്ഷിക്കപ്പെട്ടതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു. So the very reason why Jesus was tempted for 40 days. ഈ ജഡത്തിന് അനുഭവിക്കാൻ പോകുന്ന പരീക്ഷകളെ ജയിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന് നമ്മൾ ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയിൽ നമുക്ക് ഉന്നതമായ മാർക്ക് കിട്ടിയെങ്കിലേ അടുത്ത പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. So when we face a test, only when we get good marks, we are promoted to the next level. കർത്താവ് യേശുക്രിസ്തു പോയ പരീക്ഷയിലൊക്കെ 100-ൽ 100 മാർക്ക് കർത്താവ് യേശുക്രിസ്തുവിന് ലഭിച്ചു. I believe that every test that he faced, he got 100 out of 100. സ്തോത്രം, അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. We'll go later into that. അപ്പോൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ യേശു ജഡത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. Jesus lived in the flesh. അപ്പോൾ ഈ ജഡത്തിന്റെ സ്വഭാവവും ആത്മാവിന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട്. The needs of the desires of the flesh and the desires of the spirit are contrary to each other. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിന്റെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവിക ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. Only when we are led by the spirit we know the things of the spirit. അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. So those who are led by the flesh think about the things of the flesh. അവർക്ക് ചിന്തിക്കണമെങ്കിൽ ഫൈനാൻഷ്യൽ കണ്ടീഷൻ, ലോകത്തിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രശ്നവും റിയൽ എസ്റ്റേറ്റിന്റെ വിഷയങ്ങളും അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Those who are led by the flesh think about the things of the world, the financial situation, the real estate and other material things. പക്ഷേ ആത്മസ്വഭാവമുള്ളവൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. But those who are led by the spirit are not like that. ആമേൻ. അപ്പോൾ ആത്മസ്വഭാവമുള്ളവരും ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. So those who are led by the spirit think about spiritual things. ജഡത്തിന്റെ ചിന്ത മരണമാണ്. The thoughts of the flesh is death. ആത്മാവിന്റെ ചിന്ത സമാധാനമാണ്. But to be led by the spirit is peace. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുതമാകുന്നു. The thing that to be led by the flesh is enmity with God. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ സാധിക്കത്തില്ല. It is not subject to the law of God. ആമേൻ. അപ്പോൾ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല. Those who are in the flesh cannot please God. അപ്പോൾ നമ്മൾ എത്ര വലിയ ആത്മീയനാണെന്ന് പറഞ്ഞാലും, So how much of a spiritual person you are, നമ്മുടെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ, ശക്തനായ അഭിഷക്തനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, Paul says, in me nothing good dwells. ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. Paul says, I do not do the things that I desire to do. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. I do the evil that I do not want to do. അദ്ദേഹം പറഞ്ഞു ന്യായപ്രമാണം നല്ലതാണ്. He says the law is good. ഞാൻ സമ്മതിക്കുന്നു. I admit it. സ്തോത്രം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് അവിടെ പറയും, ഞാൻ ഇച്ഛിക്കുന്നതിനെ പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. But I do not do what I want to do, but I do what I hate to do. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എന്റെ അകത്തുണ്ട്. I want to do what is good. ആമേൻ. പക്ഷേ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. But I do not do the good that I want to do, but I do the evil that I do not want to do. അപ്പോൾ ജഡത്തിൽ നമുക്ക് പലതും ഇഷ്ടമുണ്ട്. So in the flesh where there are many things that are pleasing to us. അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയൊന്നും പൊതുവെ പലർക്കും താല്പര്യമില്ലാത്തതിന്റെ കാരണം അതാണ്. So that is why many people don't like prayer and spiritual things. ആമേൻ. അവർക്ക് കൂടുതലും ഏതെങ്കിലും സിനിമ കാണുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പോവുകയോ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ പാർട്ടിക്ക് പോവുക, ഇതൊക്കെ ജഡത്തെ രസിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ. So the things that please the flesh, like going to the movies or going for parties, are the things that please the flesh. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, But when the Holy Spirit works in our hearts, സ്തോത്രം, നമുക്ക് യഥാർത്ഥത്തിൽ ആ ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. when we come to experience the presence of the Lord, പൗലോസ് തന്നെ പറയുകയാണ്, Paul is saying, സ്തോത്രം, എനിക്ക് ജഡത്തിൽ ഞാൻ വസിക്കുമ്പോൾ,
While I am in the flesh, ആമേൻ, നന്മ എന്താണെന്ന് എനിക്കറിയാം. I know what is good. പക്ഷേ ഈ നന്മ അറിയുമ്പോഴും But even though I know what is good, അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. Paul is saying, റോമർക്ക് ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ Romans 7, അവിടെ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. രണ്ടു തരം ന്യായപ്രമാണങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. there are two types of laws that are in a person's body. അവിടെ ബുദ്ധിയുടെ ഒരു പ്രമാണമുണ്ട്, പോരാടുന്ന എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പ്രമാണമുണ്ട്. There is a law that is in my intellect. അവിടെ പറയുന്നു സ്തോത്രം, അവിടെ പാപത്തിന്റെ ഒരു പ്രമാണമുണ്ട്. There is a sin. ഒരു പാപത്തിന്റെ പ്രമാണം. ഈ 3 പ്രമാണങ്ങളുണ്ട്. There is the law of sin. സ്തോത്രം. അതിൽ ഒന്ന് ന്യായപ്രമാണം. One is the law. മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണം. What God gave Moses. ആ പ്രമാണം പറയുന്നു. It talks about that law. അല്ല, ആ പ്രമാണം പറയുന്നു That law says, കൊല്ലരുത്. the law given to Moses says, do not kill, വ്യഭിചാരം ചെയ്യരുത്, do not commit adultery, മോഷ്ടിക്കരുത്, do not steal, കള്ളസാക്ഷ്യം പറയരുത്, do not lie, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, do not covet another man's wife, അന്യന്റെ വസ്തു മോഹിക്കരുത്, do not covet another person's അന്യന്റെ goods, വസ്തു മോഹിക്കരുത്, വസ്തു മോഷ്ടിക്കരുത്, മോഹിക്കരുത് തന്നെ പറഞ്ഞിരിക്കുന്നു. do not covet another person's goods. അല്ല, ഇതെല്ലാം സ്തോത്രം അത് ന്യായപ്രമാണം. That is all in the law of Moses. പക്ഷേ നമ്മുടെ ജഡത്തിന്റെ പ്രമാണം പറയുന്നു, But the law of the flesh, എനിക്കിതെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. I want to do all this. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ദൈവികമായിട്ടുള്ള പ്രമാണങ്ങൾ എനിക്ക് അനുസരിക്കാൻ ജഡത്തിൽ സാധിക്കുന്നില്ല. But I am not able to do all what the law says. അപ്പോൾ ഇത് സാധിക്കാതിരിക്കുമ്പോൾ ഇതിനകത്തൊരു യുദ്ധം നടക്കുകയാണ്. So while I want to do what the law says, but I am not able to do, there is a war taking place. ഞാൻ ആത്മീയ കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ആത്മീയമായിട്ട് തന്നെ നിങ്ങൾ ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. So I pray that you all pray. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. Amen. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം. Just give you an example. ഇസ്ഹാക്കും ഇസ്മായിലും ഉണ്ട്. There is Isaac and Ishmael. ഇവർ രണ്ടുപേരും ഒരു ഭവനത്തിനകത്താണ്. They are both in the same house. ഇസ്മായിൽ ജഡത്തിന്റെ പുത്രനാണ്. Ishmael is the son of the flesh. ഇസ്ഹാക്ക് വാഗ്ദത്തത്തിന്റെ പുത്രനാണ്. Isaac is the son of the promise. ഇത് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. You might have heard this before. ഇവർ തമ്മിൽ ചേരത്തില്ല. These two don't get along together. ഒരുവൻ പരിഹാസിയാണ്. One is a mocker. മറ്റേ ഇസ്ഹാക്ക് ചിരിയുടെ പുത്രനാണ്. Isaac is a child of laughter. ഒരുവൻ എപ്പോഴും വേദനിപ്പിക്കുന്നവനാണ്. One is always taunting the other. മറ്റൊരു സന്തോഷം നൽകുന്നതാണ്. The other one is one who gives other joy to others. പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഇസ്ഹാക്കിനെയാണ്. The Holy Spirit stands for Isaac. ആമേൻ. ഇസ്മായിൽ കാണിക്കുന്നത് ജഡത്തെയാണ്. Ishmael stands for flesh. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. ഇന്ന് ജഡത്തിന്റെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. That is why the word of God says, നമ്മുടെ ജീവിക്കുന്ന സകലരുടെയും ജീവിതത്തിന്റെ മേൽ in everyone's life, ജഡത്തിന്റെ പ്രവർത്തികളുണ്ട്. the works of the flesh is there. ആമേൻ. എനിക്കറിയാം ഇത് കേൾക്കുവാൻ അത്ര രസമുള്ള കാര്യമല്ല. I know this is not something that is pleasing to us. പക്ഷേ ഇത് മനസ്സിലാക്കുവാൻ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഒന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ചില മണ്ഡലങ്ങളിൽ ജയമെടുക്കുവാനും ഈ ദിവസങ്ങൾ നമ്മുടെ അനുഗ്രഹത്തിന് അതിന് മുഖാന്തരമായി മാറുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. But if we come to know this truth, we will surely receive blessing from God. അപ്പോൾ ഗലാത്യരുടെ പുസ്തകം 5:19-21 ഉണ്ടെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുന്ന അനുഗ്രഹമായിരിക്കും. Galatians 5:19. അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. It talks about the works of the flesh. ആമേൻ. അത് ദുർനടപ്പ്, അശുദ്ധി, it says adultery, fornication, uncleanness, lewdness, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. വായിച്ചു. The works of the flesh are evident, which are adultery, fornication, uncleanness, lewdness, idolatry, sorcery, hatred, contentions, jealousies, outbursts of wrath, selfish ambitions, dissensions, heresies, envy, murders, drunkenness, revelries and the like. ആമേൻ. അപ്പോൾ ഒരു മനുഷ്യന്റെ അകത്തുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. These things talk about what is inside of us. ഇത് കേട്ടുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പറയുന്ന എന്റെയും ജീവിതത്തിൽ ഇതിനകത്ത് പറയാത്ത ഇതിൽ നിന്ന് സ്വതന്ത്രരായിട്ടുള്ള ആരുമില്ല എന്ന് എനിക്കറിയാം.
I believe myself or anyone who's hearing this, none of us are free from these works of the flesh. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമുക്ക് എനിക്ക് കണ്ടാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. There is any person who does not have any of the works of the flesh, I like to meet them. ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. God bless you. അപ്പോൾ അസൂയയില്ലാത്ത ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു വരും. ജഡത്തിൽ ഇതെല്ലാം വരും. This works of the flesh is inside every person. പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രാക്ടീസ്. But here it says, ഇതൊരു സ്വഭാവമായി മാറരുത്. but those who practice such things will not inherit the ഇത് kingdom of നമ്മുടെ God. ജീവിതത്തിൽ ഈ പിണക്കവും അസൂയയും ദ്വന്ദ്വപക്ഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിഷയം. But if we have to be delivered from these habits, സ്തോത്രം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, if anyone wants to be released from this, delivered from these works of the flesh, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. I know all these are wrong, പക്ഷെ ഈ വിഷയം പറയാൻ എനിക്ക് ആരോടും പറ്റുന്നില്ല. but I am not able to share it with എന്റെ anyone. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ലോ. What all is going on inside of me, I cannot tell it to others. ആമേൻ. അപ്പോൾ എഫീഷ്യരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. Ephesians 5 talks about this. അത് അകത്തല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. It talks about things that are outside. ആമേൻ. കളിവാക്ക് പൊട്ടച്ചൽ ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്ക് ഇങ്ങനെ ആമേൻ പുറത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അകത്ത് നടക്കുന്ന പലർക്കും അറിയത്തില്ല. Whatever we speak outside, foolishness, that is outside, but what is going on inside, nobody knows. അപ്പോൾ ഇതിന്റെ മേൽ ജയം തരുവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. So God has given us the Holy Spirit to give us victory in these areas. ആമേൻ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. God's word says, ആമേൻ. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് ആമേൻ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് അത്ഭുതം ചെയ്യുവാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് ആമേൻ അന്യഭാഷ തരുവാനോ കൃപാവരങ്ങൾ തരുവാനോ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം കൊടുക്കുവാനാണ്. God has given us His Holy Spirit not just to sing songs or to worship. God has given us His Holy Spirit to be led by the Spirit. ആമേൻ. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. There is another thing that the Holy Spirit does. നമ്മുടെ ഈ ജഡത്തിലുള്ള പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പാസ്റ്ററിനോ അച്ഛനോ ഈ ലോകത്തിൽ ഒരു ഡോക്ടറിനോ പറ്റത്തില്ല. No one in this world like a priest or a pastor can deliver us from the works of the flesh. അതിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. Only the Holy Spirit can deliver us from the works of the flesh. ആമേൻ. അതുകൊണ്ടാണ് റോമക്കെഴുതിയ 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നു. That's why Romans 8:12 says, ആമേൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. if you are led by this flesh, you will die. ഹല്ലേലൂയ. ആത്മാവിനാൽ. But if you are led by the Spirit, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. but if by the Spirit you put to death the deeds of the flesh, എങ്കിൽ നിങ്ങൾ ജീവിക്കും. then you will live. ആമേൻ. അവിടെ പറയുന്നു ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. For as many as are led by the Spirit of God, these are the sons of God. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എത്രയധികം വർദ്ധിക്കുന്നുവോ, So how much ever the power of the Spirit increases in our body, ആമേൻ, അതിനനുസരിച്ച് നമ്മുടെ ജഡത്തിന്റെ മേൽ ഉള്ള ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ നിയന്ത്രണം കൂടിക്കൊണ്ടിരിക്കും. so according to that we are able to take victory over our flesh. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച അനുഭവത്തിൽ വന്നവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. So only those who are born again can have victory over the flesh. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം സ്വർഗ്ഗം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. If anyone has not received the Holy Spirit, I pray that Holy God will send His Holy Spirit upon you. സമയം അധികമില്ല. There is not much time. അന്ത്യകാലമായിരിക്കാൻ It is the end times. എഫീഷ്യരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നു. Ephesians 5 verse 15 says, ആകയാൽ സൂക്ഷ്മതയോടെ therefore walk wisely. ആമേൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. Do not be filled, do not be drunk with wine. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. Do not be drunk with wine, that there is dissipation. ചിലർ പറയും വീഞ്ഞു കുടിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയും. There are many who say there is no problem in drinking wine, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ സംസാരിക്കും. and they will speak according, they will take quote scriptures. മറ്റൊരു സഹോദരൻ പറഞ്ഞു വീഞ്ഞു കുടിക്കാൻ മത്തനാകാതിരുന്നാ മതി എന്ന് പറഞ്ഞു. Another one person said it is okay to drink wine, but it solely should be not be drunk. ഞാൻ സഹോദരൻ ചോദിച്ചു വീഞ്ഞു കുടിച്ച് മത്തനാകുന്നില്ല പിന്നെ എന്തിനാ വീഞ്ഞു കുടിക്കുന്നത്? And I asked him, if you are not
if you're not drinking and not getting drunk, then why are you drinking? അങ്ങ് സൂപ്പ് കുടിച്ചാ പോരെ, Then can't you drink soup? അല്ല ജ്യൂസ് കുടിച്ചാ പോരെ. Can't you drink juice? അപ്പൊ ഇത് കുടിച്ചാൽ മത്തനാകും. So if you drink wine, you will surely become drunk. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന വൈൻ, But the Holy Spirit, the Spirit, ഹല്ലേലൂയ, അതാണ് പത്രോസ് പറഞ്ഞത്. that is what Peter says. ആമേൻ. ഞങ്ങൾ 3 മണിയായിട്ടുള്ളൂ അല്ലേ? It is only the 3rd hour. ആമേൻ. എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിയായിട്ടുള്ളൂ. It is only 9 o'clock in the morning. പെന്തക്കോസ്ത് ദിനം വന്നപ്പോൾ സകലരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. On the day of Pentecost, when they were together, the Holy Spirit came upon everyone who was gathered there. 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിറങ്ങി. Upon the 120 people who were gathered there, the power of the Holy Spirit came upon them. വിളിച്ചപേക്ഷിക്കുന്ന ഏവന്റെ മേലും സ്വർഗ്ഗം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. Those who call upon God, God will surely give them His Holy Spirit. ആമേൻ. ഞാൻ പാരമ്പര്യമായി പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാലും, ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും, ഞാൻ പാസ്റ്ററിന്റെ മോനാന്ന് പറഞ്ഞാലും, ഞാൻ റെവറൻഡിന്റെ മോനാന്ന് പറഞ്ഞാലും, അതിന്റെ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കണം. Even if you are a pastor's son or a reverend's son or a priest's son, you have to receive the Holy Spirit. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, അവരെ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ When they were all filled with the Holy Spirit, ആമേൻ, അവർ പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. they started to speaking other languages. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അന്യായ വായിലുള്ള അന്യായ ഭാഷ മാറി അന്യഭാഷയായി മാറും. Then when the Holy Spirit comes upon you, you will stop speaking unwanted language, you will speak in other tongues. പല ഭാഷകളിലുള്ളവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ The people who were speaking different languages came together. സകലരുടെയും ഭാഷയിൽ ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ സംസാരിക്കാൻ തുടങ്ങി. And the apostles started to speak in other languages which they don't know. ലോകത്തിന്റെ കാര്യമല്ല സംസാരിച്ചത്, അവർ ദൈവത്തിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. They were not speaking about worldly things, they were declaring the works of God. അതുകൊണ്ട് ദുഷ്കാലമാകിയാൽ Because this is an evil time, ബുദ്ധിഹീനരാകരുതേ. do not be fools. കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. Find out what the will of God is. ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. Find out. ആമേൻ. എഫെസ്യർ പുസ്തകം 5:15 ഞാനിപ്പോൾ വായിച്ചത്. Ephesians 5:15 says, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവിന്റെ ഹിതം അറിയണമെങ്കിൽ if we have to find out the will of God, ബുദ്ധിഹീനരാകാതെ, we should not be fools. ആമേൻ, ദൈവം ബുദ്ധിമാനെന്ന് കാണുന്നത് Those whom God sees as wise, ആമേൻ, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. those who seek God are seen as wise in God's sight. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, When the Holy Spirit has come upon us, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, when we know what the will of God is, ആമേൻ, എന്റെ ശക്തി കൊണ്ട് എനിക്ക് ഇതിന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, if you think you are not able to take victory over in some areas, ആമേൻ, ദൈവം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. God tells you only one thing. അത് ഗലാത്യരുടെ പുസ്തകം 5:25 വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. Galatians 5:25 says, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുക. we walk in according to the Spirit. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെയോ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയോ ഒരു ദർശനത്തിലൂടെയോ ദൈവം വചനത്തിലൂടെയോ നിങ്ങളോട് ഇടപെട്ടാൽ അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മാത്രം മതി. അതിന്റെ മേൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപ ദൈവം നിങ്ങളുടെ മേൽ തരും. If the pastor says something or you hear anything according to in the word of God, just submit to it and you will be led by the Spirit. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, When we surrender ourselves to the Holy Spirit, നമ്മൾ പോലും അറിയത്തില്ല. we ourselves won't become aware. ന്യായപ്രമാണം മുഴുവൻ പച്ചവെള്ളം പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. We don't have to learn all the Moses laws. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു കാര്യം പോലും ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമ്മതിക്കത്തില്ല. Whatever is written in the law of Moses, God, the Holy Spirit will not allow us to do anything that is outside. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നു. Romans 8:2 says, ജീവന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, this law of the Spirit of life in Christ Jesus. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. The law of the Spirit of life in Christ Jesus has made me free from the law of sin and death. ഇത് കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. We don't need to memorize this. ഹല്ലേലൂയ. ഇത് ജീവിതത്തിലേക്ക് നമുക്ക് പ്രാക്ടിക്കലായി ദൈവം ചെയ്തെടുക്കാൻ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. God can make it happen in our lives. ഒരു സമർപ്പണത്തിന് വേണ്ടി മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. God only asks us to surrender. ദൈവത്തിന് അറിയാം നമ്മുടെ ശക്തി കൊണ്ട് പറ്റത്തില്ലെന്ന്. God knows that in our own power and our flesh we cannot do it. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ദൈവം ലോകത്തെ അടച്ചു
സൂക്ഷിച്ചു അനേക നൂറ്റാണ്ടുകളോളം. That is why for centuries people were kept under the law of Moses യേശുക്രിസ്തു വരുന്നിടം വരെയും. till the coming of Jesus. കാരണം ദൈവത്തിന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. Because God wanted to tell something to the world. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഒരു നീതീകരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ട് സാധിക്കത്തില്ല. കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ തന്റെ പുത്രന്റെ രക്തത്താലും തന്റെ പുത്രന്റെ കൊടുത്ത ജീവവലിയാലും മാത്രമേ സാധിക്കുകയുള്ളൂ. There is one thing that God wanted to show the world, that with our own works we could not attain the righteousness of God, only through the blood of Jesus. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനാൽ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, so the word of God says that if by the Spirit we put to death the deeds of the flesh, ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. it does not happen in one day. ഇത് പലപ്പോഴും നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് It സംഭവിക്കുന്നത്. is only through prayer and fasting. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മകളിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. It is only through our fellowship. നമ്മുടെ വചന ധ്യാനത്തിലൂടെ മാത്രമേ ഇത് It is സംഭവിക്കൂ. only through our meditation of the word. നമ്മുടെ ജീവിതത്തിലെ ദൈവിക സത്യങ്ങളെ തിരിച്ചറിവിലൂടെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. Only when we come to know the spiritual truths, ഒരു വീണ്ടും ജനത്തിലൂടെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. only through a born again experience. യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് കടന്നു പോവുകയാണ്. Jesus is going into the wilderness. യേശു അവിടെ പരീക്ഷയിലേക്ക് തന്റെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. Jesus gave himself to be tempted by the devil. ദൈവം ആരെയും സ്തോത്രം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. God does not tempt anyone by evil. പക്ഷേ സാത്താനാണ് നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ. It is Satan who tempts us. യേശുക്രിസ്തു എന്തുകൊണ്ട് അവിടെ ഒരു പരീക്ഷയിൽ കടന്നുപോയി? Why did Jesus go through temptation? ഏദൻ പർദീസയിൽ ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരാമിടാൻ ആഗ്രഹിക്കുന്നു. I'd like to go through that. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവെ നമ്മൾ നടത്തട്ടെ. May the Holy Spirit help us to conclude. എന്തുകൊണ്ട് യേശു മരുഭൂമിയിൽ ഉപവസിച്ചു? Why did Jesus fast in the wilderness? അനേക നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഏദൻ പർദീസയിൽ വെച്ച് മൂന്ന് കാര്യങ്ങളിൽ ഒന്നാം ആദം പരീക്ഷിക്കപ്പെട്ടു. In the Garden of Eden, first Adam was tempted in 3 areas. രണ്ടാം ആദം ആ മൂന്ന് പരീക്ഷകളുടെ മേലും ജയമെടുക്കുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ പിതാവ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. The second Adam, that is Jesus, was able to take victory in those 3 temptations. 40 ദിവസത്തെ പരീക്ഷകളല്ല, 3.5 വർഷത്തെ ഏതെങ്കിലും പരീക്ഷയിൽ ഒരു ചെറിയ പരീക്ഷയിൽ യേശു തോറ്റിരുന്നുവെങ്കിൽ ഇന്ന് വചനം പ്രസംഗിക്കുവാനുള്ള ധൈര്യമോ അതിനുള്ള കൃപയോ ഇന്ന് എനിക്ക് സാധിക്കത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സാധിക്കത്തില്ല. If Jesus had failed in that temptation on his 3.5 years of his ministry, we would not be able to preach strongly about Jesus. 1 John 2:14 says, മൂന്ന് കാര്യങ്ങളിൽ ഹല്ലേലൂയ മനുഷ്യൻ വീണുപോയി. in 3 areas man fell. ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. Lust of the flesh, lust of the eyes, pride of life. ആമേൻ. മൂന്ന് തലങ്ങളിലും യേശു പരീക്ഷിക്കപ്പെട്ടവനായി തീർന്നു. In these 3 areas Jesus also was tempted. പിശാച് അവനോട് പറഞ്ഞു, Satan told him, നീ ദൈവത്തിന്റെ പുത്രനാണോ? if you are the son of God. ആദ്യത്തെ പരീക്ഷ, First temptation, ഒരു സംശയം കൊടുത്തു. he made him doubt God. നീ ആണെങ്കിൽ കല്ലിനോട് കൽപ്പിക്കുക. If you are the son of God, command these stones to become bread. ആമേൻ. കല്ലിനോട് കൽപ്പിക്കുക. He told, command these stones to become bread. ആമേൻ. അത് അപ്പമായി തീരട്ടെ. Let it become bread. അപ്പോൾ കർത്താവ് ഇതാരോടായി പറയുന്നത്? Who is Satan telling this to? യേശു ഞാൻ ജീവന്റെ അപ്പമാണ്. Jesus said, I'm the living bread. യേശു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. Jesus said, I'm the bread that came down from heaven. ആമേൻ. ഒരു ദേവദാസൻ പണ്ട് ഒരു സ്തോത്രം ഒരു വേദപണ്ഡിതൻ പറഞ്ഞു, ജീസസ് വാസ് ടെസ്റ്റഡ് വിത്ത് അണ്ടർ കോൺഫിഡൻസ്. Bible scholars said that Jesus was tempted in underconfidence. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം അതിലുള്ള ആശ്രയത്തിലേക്ക് ഒരുപക്ഷെ ആ സ്തോത്രം ജഡത്തിൻ്റെതായ ഭക്ഷണത്തിൻ്റെതായ ആസക്തി യേശുവിന്റെ ജീവിതത്തിൽ അതിന്റെ മേൽ ജയമെടുത്തു, അല്ലെങ്കിൽ ജഡത്തിൻ്റെതായ ആസക്തികളിൽ ദൈവം യേശുക്രിസ്തു ജയമെടുത്തു എന്ന് നോക്കുവാൻ വേണ്ടിയാണ് അത് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. So Jesus was tempted there to show that he had victory over his flesh. അപ്പോൾ അതിന്റെ മേൽ യേശു ജയമെടുത്തു. Jesus had victory in that area. യേശുക്രിസ്തു ദൈവ സ്വർഗം പറയാതെ ഒരു അത്ഭുതവും ചെയ്യത്തില്ല. Jesus will not work any miracle without the consent of the Father. ഇതെന്നെ പലപ്പോഴും ചിന്താക്കുഴപ്പമുണ്ടാക്കിയ വിഷയമാണ്. This is something that has confused me. ഞാൻ പറയട്ടെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെയും യേശുക്രിസ്തുവിന്റെ തിരുവെഴുത്തുകളുടെ പൂർത്തീകരണങ്ങളായിരുന്നു. Whatever miracles that Jesus did was a fulfillment of the prophecies. അതിനകത്തില്ലാത്ത ഒരു കാര്യം യേശു ചെയ്യത്തില്ല.
That was whatever was not written, Jesus did not do. അപ്പോൾ യേശു പറഞ്ഞ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്. So Jesus said, man does not live by bread alone. അപ്പോൾ ജഡത്തിന്റെ മേൽ യേശു ജയമെടുത്തു. So Jesus took victory over his flesh. Lust of the flesh. Lust of the flesh. ആമേൻ. ആ പഴം കണ്ടപ്പോൾ ആ വൃക്ഷത്തിൽ ആമേൻ വൃക്ഷത്തിലെ ജീവന്റെ മരണത്തിലെ ആ ജീവവൃക്ഷത്തിന്റെ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ അവരെ ആ വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ആ ഫലം കണ്ടപ്പോൾ So when they looked at that tree and they saw the fruit, അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു. They had a desire. ഇതൊന്ന് കഴിക്കുവാൻ വേണ്ടി. They had a desire to eat of it. അതൊരു ശരീരത്തിന്റെ ഒരു ഇച്ഛയായിരുന്നു. That was a desire in their flesh. ആദ്യം കണ്ടപ്പോൾ തോന്നിയത് അതിന്റെ മേൽ കർത്താവ് ജയമെടുത്തു. So but Jesus took victory in that area. നന്മതിന്മകളുടെ ഫലം. That is a tree of knowledge of good and evil. Amen. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാം. Second area. കർത്താവിനെ കൊണ്ടുപോയത് രണ്ട് സ്ഥലത്ത് രണ്ടായി പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ പിശാച് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. Jesus was led up. ആമേൻ. ആ ഉയരങ്ങളിൽ കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ മുഴുവൻ മോടിയും കാണിച്ചു, സ്തോത്രത്തിന്റെ മഹത്വം മുഴുവൻ കാണിച്ചു. Jesus was led up to the mountain and he was shown all the glory of the world. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ ആരുമില്ല, നീ എന്നെ നമസ്കരിച്ചാൽ മതി. Satan told him, nobody is here, you just have to worship me. സ്തോത്രം, നിനക്ക് ഇത് മുഴുവൻ ഞാൻ തരാം. I will give you all these. ഇത് ആത്മീയ ജീവിതത്തിൽ പലർക്കും ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട്സ് പറഞ്ഞു തരും. So even in our spiritual life, Satan will offer you shortcuts like these. യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, ജീവിക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. Jesus said, you shall worship only the true living God. എന്ന് പറഞ്ഞാൽ അതർ കോൺഫിഡൻസ്, അതർ ലവ്, ഇപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെക്കാളും മറ്റുള്ള സ്നേഹത്തിലേക്ക്, ലോകത്തിന്റേതായ സ്നേഹത്തിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശക്തിയുണ്ട്. So there is another confidence that tries to lead you to other love other than the love of God. ആ മഹത്വമൊന്നും യേശു ക്രിസ്തുവിന് മഹത്വമായി തോന്നിയില്ല. Jesus did not find that glory a real glory. ഈ ലോകത്തിന്റെ മഹത്വം, ഈ ലോകത്തിന്റെ സമ്പത്ത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് തരുന്ന അധികാരങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എന്ത് ശ്രേഷ്ഠമായ അനുഭവങ്ങളും അല്ലെങ്കിൽ ദൈവഹിതം ആയിരിക്കണമെന്നില്ല. ദൈവഹിതമല്ലാത്ത ഒന്നിനും ഷോർട്ട് കട്ടിന് വേണ്ടി പോകല്ലേ. So the glory that is offered by the world might not be the will of God, so we should not go for shortcuts. അപ്പോൾ യേശു ക്രിസ്തു രണ്ടാമത്തെ മണ്ഡലത്തിലും ജയമെടുത്തു കഴിഞ്ഞു. So in the second area also Jesus took victory. Lust of the eyes, കൺമോഹം. Lust of the eyes. ആമേൻ. സ്തോത്രം. ആമേൻ. കണ്ണ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഭംഗിയേറിയത് കാണുമ്പോൾ, so when we look with the eyes, we see it all very attractive. ബോളിവുഡിലെയും ആ മാധ്യമങ്ങളിലൂടെ ഈ ദിവസങ്ങൾ ആമേൻ ലോകത്തെ ഈ ദിവസങ്ങളിൽ ആകർഷണ വലയങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, when the Hollywood and Bollywood is attracting people, ആമേൻ, ദൈവത്തിൽ നിങ്ങളെ മാറ്റിക്കൊണ്ടു പോകുകയാണ്. they are driving people away from God. മറ്റൊരു കാര്യം അവൻ കാണിച്ചു. Another area he showed. ആമേൻ. ഭൗതിക മണ്ഡലത്തിൽ ഉയർച്ച കാണിച്ചു കൊടുത്തു. He showed the prosperity material life. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ദൈവഹിതമല്ലാത്ത അല്ലെങ്കിൽ ദൈവികമായ ഒരു ഷോർട്ട് കട്ടിലൂടെ അത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. But we should not go for any material prosperity through shortcuts which is not according to the will of God. ആമേൻ. ഏറ്റവും ധനികനായവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പിറന്നവനുണ്ടെങ്കിൽ യേശു ക്രിസ്തുവാണ്. If anyone is rich in this world, that is Jesus Christ himself. സ്വർഗ്ഗത്തിന്റെ സകല മഹത്വവും വിട്ടണങ്ങിയവനാണ്. He left all the glory of heaven. ആമേൻ. ആ കർത്താവിനെയാണ് പരീക്ഷിക്കുന്നത്. And Satan is tempting him. യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. He took him to Jerusalem. ദേവാലയത്തിന് അഗ്രത്തിൽ കൊണ്ടുപോയി. And took him to the pinnacle of the temple. ആമേൻ. ജെറുസലേം എന്ന് പറഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശൃംഖമാണ്. It is the greatest place in Jerusalem. ആമേൻ. ആത്മീയ മണ്ഡലത്തിൽ ഒരു ഉയർച്ച കൊടുക്കുവാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. So to give him a spiritual exaltation in a spiritual life. ഇതെല്ലാം ഷോർട്ട്കട്ട്സ് ആണ്. All these are shortcuts. ഇതെല്ലാം ജഡത്തിലാണ് പരീക്ഷിക്കുന്നത്. All these are temptations in the flesh. ആമേൻ. അവിടെ ചാടുകയാണെങ്കിൽ ദൈവദൂതന്മാർ വരും നിന്നെ പിടിച്ചോളും. And he told him, if you jump from here, the angels will carry you. ആമേൻ. അത് കാണുമ്പോൾ അനേകം നിന്നെ അറിയാനിടയാകും. And when people see that, many will come to know you. ആമേൻ. യേശു ക്രിസ്തു അതിന് വചനത്തിലൂടെ തന്നെ ഉത്തരം കൊടുത്തു. But Jesus told him back with the word. വചനം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടെങ്കിൽ, if we clearly know the truth of the word of God, ആമേൻ, ശത്രുവിനെ നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. enemy cannot take victory in our life. യേശു ക്രിസ്തു ഈ പരീക്ഷകളെല്ലാം പാസ്സായി. Jesus took victory in all the temptations. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. That is what Luke 4 verse 6 says. സകല പരീക്ഷയും തികച്ചു.
After all the temptations were over, ആമേൻ, പൂർണ്ണമായിട്ടും പിശാച് വിട്ടുമാറി എന്ന് പറഞ്ഞിട്ടില്ല. it does not say that Satan left him completely. കുറെ നാളത്തേക്ക് മാറിപ്പോയി. He went for a long time. സംശയം വിളിച്ചു നോക്കിയാൽ മതി. If you have a doubt, you can go through that. ജീവിതം മുഴുവൻ പരീക്ഷകളിലൂടെ യേശു കടന്നുപോയത്. Jesus went through a lot of ലൂക്കോസിന്റെ temptations. സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, Luke 4 verse 14 says, ആത്മാവിന്റെ ശക്തിയോടെ with the power of the Holy Spirit, യേശു ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. Jesus went back to Galilee. ആത്മാവിന്റെ നിറവോടെ. He went in the power of the Holy Spirit. ആദ്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആദ്യം വായിക്കുമ്പോൾ We read in Luke 4 verse 1, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പോയെങ്കിൽ, if he was filled with the Holy Spirit, ഇത് കഴിഞ്ഞിട്ട് പോകുന്ന യേശു ആത്മാവിൽ നിറഞ്ഞവനല്ല, ആത്മാവിന്റെ ശക്തിയോടെയാണ് പോകുന്നത്. when he returned in the power of the Spirit to Galilee. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. When we read down, അവിടെ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. വായിച്ചു. and news of him went out throughout all the surrounding region, and he taught in their synagogues, being glorified by all. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ യഥാർത്ഥ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങി. Then his real ministry was revealed. നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി വെളിപ്പെടണമെങ്കിൽ, If the purpose of God upon your life has been fulfilled, ഞാനും നിങ്ങൾ കടന്നുപോകുന്ന ചില പരീക്ഷണ ഘട്ടങ്ങളിൽ ജയാളിയായി പുറത്തു വരുന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആ കരങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മിനുക്കിയ അസ്ത്രമാക്കി അവരെ കരങ്ങൾക്കുള്ളിൽ രാജമുടിയാക്കി ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ഒരു പദ്ധതിയെ കാണുമെന്ന് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. if you take victory over the temptations that Satan brings into your life, God will make you a polished shaft in his hand. ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Can we give ourselves to the hand of the Holy Spirit? ആമേൻ. യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, If Jesus and the Holy Spirit are there in our ഈ lives, ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടും. the work of God will be revealed in our lives. ജഡത്തിന്റെ മേൽ ജയമെടുക്കുവാൻ, We have to take victory over our flesh. ആത്മാവിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ, We have to go in the power of the Holy ഈ Spirit. തലമുറയിൽ ദൈവപ്രവൃത്തി ചെയ്യുവാൻ ചിലരെ പരിശുദ്ധാത്മാവിനെ രാത്രി കാണുകയാണ്. God is seeing certain people to fulfill the work of God. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. God wants us to do the end time ministry through us. ഇന്ന് എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? How many of you will offer yourself for that? കർത്താവിന്റെ കരങ്ങളിലേക്ക് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. We give yourself to the hands of the Lord. ആമേൻ. ബോയിങ്ങും ഹെലികോപ്റ്ററും വ്യത്യാസമുണ്ട്. There is a difference between Boeing and helicopter. അതിന് രണ്ടിന്റെ എഞ്ചിന് വ്യത്യാസമുണ്ട്. There is a difference in their engines. ആമേൻ. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ശക്തിയുടെ വ്യത്യാസമാണ്. It is a difference in the power that is inside of you. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒന്നും നമുക്ക് ഈ ദിവസം ദൈവവേല ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. With our intellect and with our ability, we cannot do the work of ആമേൻ. God. ഒരു ടെക്നോളജി കൊണ്ടും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കത്തില്ല. Then in technology, we cannot do the work of God. ടെക്നോളജിയുടെ പിന്നിൽ ദൈവശക്തി കൂടെ വ്യാപരിക്കണം. With the technology, the Holy Spirit's power should work. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കഴുകനും ഒരു കാക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between an eagle and a crow. ആമേൻ. കഴുകൻ ചിറകടിച്ച് പറക്കാൻ തുടങ്ങി ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. When the eagle starts soaring up, nobody can stop it. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവാസനമായിരിക്കുമ്പോൾ, The coming of the Lord is very near. ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് ശരീരത്തിലുള്ള ജഡത്തിന്റേതായ രാഗമോഹങ്ങളെ ക്രൂശിൽ തറച്ചവരുണ്ടെങ്കിൽ, If we have crucified the sinful nature, the sinful ഈ passions, ദൈവപരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, if the power of the Holy Spirit is residing in you, ആമേൻ, കർത്താവിന് വരവാസനമായിരിക്കുന്നു. His coming is very near. തന്റെ വിശുദ്ധഗണത്തെ ചേർക്കാൻ യേശു വരാൻ സമയമായി. Jesus is coming to take His holy church. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നടത്തപ്പെടുവാനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Can you surrender yourself to be led by the Spirit? കർത്താവ് വാതിൽക്കൽ നിൽക്കുകയാണ്. He is standing at the door. Offer your bodies as a living sacrifice. Hallelujah. രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, Amen.